ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെറൂസ് സ്റ്റോറീസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഗൈസ്, നമ്മൾ കന്യാകുമാരിയിലെ സൺസെറ്റ് പോയിന്റ് ഒക്കെ കണ്ട് അവിടെ നിന്ന് നല്ല ചില്ലൊക്കെ അടിച്ച് നമ്മൾ നേരെ റൂമിട്ട് പോയി ഫ്രഷ് ആയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് നമ്മൾ കന്യാകുമാരി നൈറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുവാണ്. സോ നമ്മൾ കന്യാകുമാരി ബീച്ചിന്റെ അടുത്തായിട്ട് തന്നെയാണ് നമുക്ക് റൂം കിട്ടിയത്. ദെൻ നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ കുറെ സീ ഫുഡ് കടേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം കോസ്റ്റൽ റീജിയൻ ആയതുകൊണ്ട് തന്നെ കടലും അടുത്താലോ. അപ്പോൾ ഫിഷർമാൻസ് പോയി ഫിഷിങ് ചെയ്തിട്ട് വന്നിട്ട് അത് ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെക്കും. അതിന് നമ്മൾ തന്നെ പോയിട്ട് നമുക്ക് വേണ്ട ഫിഷ് ചെയ്താന്ന് വെച്ചാൽ അവരോട് പറഞ്ഞാൽ മതി. അവരിങ്ങനെ ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ തവ ഫ്രൈ ഒക്കെ ചെയ്ത് തരും. അപ്പോൾ നല്ലതായിരുന്നു. പിന്നെ വെജ് കടയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മൾ നൈറ്റ് എക്സ്പ്ലോർ ചെയ്യണ കന്യാകുമാരിയിൽ വേറൊരു എക്സൈറ്റിംഗ് പാർട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു വൈകുന്നേരം ടൈം ആകുമ്പോൾ കന്യാകുമാരിയിൽ എത്തുവാണെങ്കിൽ നമുക്ക് സൺസെറ്റ് പോയിന്റും എക്സ്പ്ലോർ ചെയ്തിട്ട് നൈറ്റ് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ സമയമുണ്ട്. ബിക്കോസ് എന്തായിരുന്നു, ഇവിടെ ഈ കടകളൊന്നും ഇപ്പോഴൊന്നും അടയ്ക്കത്തില്ല. 11 മണി, 1 മണി, 2 മണിയൊക്കെ ഉണ്ട്. 24 hours ഓപ്പൺ ആണ്. ദെൻ ഇപ്പം നിങ്ങൾ കാണുന്നതാണ് കന്യാകുമാരിയിലെ പോലീസ് സ്റ്റേഷൻ. കണ്ടോ, അടുത്തൊക്കെ തന്നെ കുറെ ഡ്രസ്സസ് വിൽക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു കുർത്തീസും കുഞ്ഞു കുഞ്ഞു ഫ്രോക്സും ആണ് ഇവിടെ മെയിൻ ആയിട്ട് ആൾക്കാർ വിൽക്കുന്നത്. സോ ഇപ്പം നമ്മൾ പോണ വഴിക്ക് നമ്മുടെ കളക്ടർ വസതി കണ്ടിട്ടോ. അതിന്റെ പേര് ത്രിവേണി സംഗമം എന്നായിരുന്നു. കളക്ടറിന്റെ വസതി ആയതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ അടുത്തൊരു ചുമ വന്നു, അതാണ് നിങ്ങൾ കേട്ടത്. ദെൻ നമ്മുടെ വിവേകാനന്ദ പാറ അല്ലെങ്കിൽ സൺറൈസ് പോയിന്റിട്ട് നടക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് ഇത്. സൺറൈസ് പോയിന്റിട്ട് കയറുന്ന മുമ്പുള്ള ഒരു എൻട്രൻസ് ആട്ടോ. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഹൗസ് പോലെ ഉണ്ട്. അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു സ്റ്റാച്ചു, രാജീവ് ഗാന്ധിന്റെ സ്റ്റാച്ചു കാണാം. പക്ഷെ നമ്മൾ അടുത്ത് പോയി ക്യാപ്ഷൻ വായിക്കുമ്പോഴേ നമുക്ക് രാജീവ് ഗാന്ധിന്റെ സ്റ്റാച്ചു ആണെന്ന് മനസ്സിലാവുള്ളൂ. കാരണം വെച്ചാൽ ദൂരെ നിന്ന് കാണുമ്പോൾ കുറച്ച് ഇരുട്ടൊക്കെ ആയതുകൊണ്ട് അധികം നമുക്ക് കാണുന്നില്ലായിരുന്നു. ദെൻ നമ്മൾ എൻട്രൻസിന്റെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കുറെ കട. നമുക്ക് ഇവിടെ ലുലു മാൾ എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇവർക്ക് ഇവിടുത്തെ ഉള്ള ഈ കുഞ്ഞു സ്ട്രീറ്റ്സിലെ ഷോപ്പിംഗ് ഏരിയ. അത് മാത്രല്ല, ഇതൊക്കെ കന്യാകുമാരി ബീച്ചിന്റെ അടുത്തായിട്ടാണ്. അപ്പോൾ ഇപ്പൊ നിങ്ങൾ കാണുന്നത് നമ്മുടെ കന്യാകുമാരിയിലെ ഗവൺമെന്റ് മ്യൂസിയം ആണ് കേട്ടോ. ഇവിടെ ഭയങ്കര ചീപ്പ് റേറ്റിംഗ് ആണ്. ലൈക്ക് ഇപ്പോൾ ചൈൽഡിന് 5, അഡൾട്ടിന് 10, ഫോറിനേഴ്സിനും ഫോട്ടോഗ്രാഫിക്ക് 100, പിന്നെ സ്കൂൾ സ്റ്റുഡൻസിന് മാത്രം ഫ്രീ. ബിക്കോസ് അവർ ടൂറിനൊക്കെ വരുമ്പോൾ ഇത് കണ്ടിരിക്കുന്ന സ്ഥലമാണല്ലോ. കാരണം കുറെ അനീഷ്യൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളും സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കണ്ടായത് കൊണ്ടായിരിക്കും സ്കൂൾ സ്റ്റുഡൻസിന് ഫ്രീ ആണ്. പക്ഷെ എൻ്റെ അകത്തേക്ക് നമുക്ക് ക്യാമറ ഒന്നും കയറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്ന് പോയി നടക്കുവായിരുന്നു. ദെൻ നമ്മൾ അവിടെ ഒരു കുറെ ഷെല്ല് വിൽക്കുന്ന ഒരു കട കണ്ടോ. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ബിക്കോസ് പല ടൈപ്പ് ഓഫ് ഷെല്ല്, ഇപ്പോൾ ശംഖ്, സ്റ്റാറിന്റെ ഷെല്ല്, പിന്നെന്താ ഇങ്ങനെ കുഞ്ഞ് ചിപ്പി, പിന്നെ നമ്മുടെ പവിഴമുറ്റില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ഇവിടെ ഭയങ്കരമായിട്ട് കത്ത് റേറ്റ് പറയും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബാർഗെയിനിങ് സ്കിൽസ് അവിടെ പുറത്തിറക്കണം. ഉറങ്ങിക്കിടക്കുന്ന നമ്മളെ ബാർഗെയിനിങ് സ്കിൽസിനെ നമ്മൾ തട്ടി വിളിച്ചിട്ട് നമ്മളത് പുറത്തേക്ക് ഇറക്കുമ്പോൾ നമുക്ക് ഇവർ വില കുറച്ച് തരും. അത് നമ്മൾ എങ്ങനെ ചെയ്യുന്ന അങ്ങനെ അനുസരിച്ച് ഇരിക്കും കേട്ടോ. അതായത് നമ്മൾ കടയുടെ അകത്തേക്ക് കയറിയപ്പോൾ കുറെ ഈ മിറേഴ്സ്, ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ള മിറേഴ്സ്, ബോർഡേഴ്സിൽ ഷെല്ല് വരുന്നത് പല ടൈപ്പ് ഓഫ്, ലൈക്ക് ഇപ്പോൾ വാട്ടർ ഡ്രോപ്പിന്റെ, അല്ലെങ്കിൽ സർക്കിൾ, ട്രയാങ്കിൾ, ഓവൽ, പിന്നെ ഒരു സ്ക്വയറിന്റെ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഹാർട്ടിന്റെ ഉണ്ടായിരുന്നു. അങ്ങനെ പല ടൈപ്പ് ഓഫ് ഷെല്ലും മാത്രമല്ല വേറെ എന്തുണ്ട്, വലിയതും കുഞ്ഞിതുമായിട്ടുള്ള ശംഖുണ്ട്. അതിൽ കൂടെ ഊതുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ ഒരു ഭയങ്കര വലിയ ഒച്ചയാണ് കേട്ടോ. ദെൻ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നമ്മൾ ഗാന്ധി മണ്ഡപം കണ്ടത്. ഗാന്ധി മണ്ഡപം രാവിലെ 7 മണി ടു വൈകുന്നേരം 7 മണി വരെ ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ചെന്നപ്പോൾ ഒരു 10:30 ആ ടൈമാണ്, 10:30, 11 മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റിയില്ല. ദെൻ നമ്മൾ ആ പുറത്ത് ഇരിക്കുന്ന വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്നത് കന്യാകുമാരിയിലെ
സൺറൈസ് പോയിന്റിട്ടാണ്. സൺസെറ്റും സൺറൈസും കൂടി എന്നെ ഭയങ്കരമായിട്ട് ക്ലാഷ് ചെയ്യാണ്, ഭയങ്കര ഇതാണ്. ദെൻ നമ്മള് ഇപ്പൊ നടക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ കടകളുണ്ട്. അത് നമുക്ക് പറഞ്ഞാൽ തീരാത്ത കാര്യമുണ്ട്. എന്തിന്, ടാറ്റു കട വരെ ഉണ്ട്. ടാറ്റു ലൈവായിട്ട് അടിച്ചു തരും, പ്രൊഫഷൻസ് പോലെ ടാറ്റു അടിച്ചു തരും. അത് മാത്രമല്ല പല ടൈപ്പ് ഓഫ് ഇങ്ങനെ കുഞ്ഞു സഞ്ചിയില്ലേ, സഞ്ചിയുടെ മെറ്റീരിയൽ ഇല്ലേ, അതേപോലത്തെ ബാഗും ഉണ്ട്, ഷോൾഡർ ബാഗ്സ് ഉണ്ട്. അങ്ങനെ കുറെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ സ്നാക്കിന്റെ കളേഴ്സ് ഒക്കെ ഓപ്പൺ ആണ് ഭയങ്കര. ഇപ്പൊ എന്തോ എന്തോ ബീട്രൂട്ട് മുറുക്ക് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറെ ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് സുനാമി മെമ്മോറിയൽ പാർക്ക്. ഇത് ഇവിടെ സുനാമി വന്ന സമയത്ത് അതിൽ കോടാകോടി ജനങ്ങള് മരിച്ചു പോവുകയും ഇതിന് ഇരയാവുകയും ചെയ്തു. അപ്പൊ അവരുടെയൊക്കെ ഒരു സ്മരണയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു സുനാമി മെമ്മോറിയൽ പാർക്ക് ഇവിടെ ബിൽഡ് ചെയ്തേക്കുന്നത്. ഇത് 2004 ഡിസംബർ 26-നാണ് ഇത് ഇവര് ഇനാഗ്രേറ്റ് ചെയ്തത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ശരിക്കും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ദെൻ നമ്മൾ പോയപ്പോൾ നമ്മൾ സൺറൈസ് പോയിന്റിൽ എത്തി. ഇവിടെ രാത്രി കാണുന്ന വ്യൂ ആണ് ഗൈസ്. ഇത് കണ്ടോ, അങ്ങ് ഫുൾ ഇപ്പൊ നേരെ കാണുന്ന ആ ഒരു കുഞ്ഞു കുഞ്ഞു ലൈറ്റ് കാണുന്നത് എന്താണ്, നമ്മുടെ വിവേകാനന്ദ പാറയും ഗ്ലാസ് ബ്രിഡ്ജും അയ്യൻ തിരുവള്ളുവന്റെ സ്റ്റാച്യൂല് കാണുന്ന വെളിച്ചാണത്. ദെൻ നമ്മള് പോയ സമയത്ത് എന്തായിരുന്നു, അവിടെ കുറെ ആൾക്കാരുണ്ടായിരുന്നു ആ ബീച്ചിൽ ഇറങ്ങുന്നത്. സൺസെറ്റ് പോയിന്റിലെ പോലെ തന്നെയാണ് സൺറൈസ് പോയിന്റിലെ ബീച്ചിലും. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു പെൻസിൽ, ഞാൻ സൺസെറ്റ് പോയിന്റിന്റെ വ്ലോഗ് ഇട്ടപ്പോൾ ഒരു പെൻസിൽ, വെള്ള പെൻസിൽ, സ്ലേറ്റിൽ എഴുതുന്ന വെള്ള പെൻസിൽ കിട്ടുമെന്ന് പറഞ്ഞില്ല ഒരു ബീച്ചിൽ, അതാട്ടോ ഈ ബീച്ച്. നിങ്ങൾ ആ വീഡിയോസ് കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ പോയി കാണുമോ, എന്നിട്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കണ്ടിന്യൂഷൻ കിട്ടും. ദെൻ അവിടെ ഫുൾ നിലാവിന്റെ വെളിച്ചമായിരുന്നു, നല്ല രസമായിരുന്നു. ദെൻ നമ്മൾ അവിടെ കുറച്ചു നേരം നടന്നു. ദെൻ നമ്മള് കാഞ്ചീപുരത്തിന്റെ ഒരു കുഞ്ഞൊരു സ്ഥലം പോലത്തെ ഒരു സാധനം കണ്ടു. അപ്പൊ ഇവിടെയൊക്കെ നല്ല കോട്ടൺ സിൽക്കിന്റെ ഒക്കെ സാരി കിട്ടും. അതിന് നല്ല വിലയായിരിക്കും, അതിന് ഫിക്സ്ഡ് റേറ്റ് ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് ബാർഗെയിൻ ചെയ്താലും കിട്ടില്ല. ഇപ്പൊ നിങ്ങൾ കാണുന്ന കൽമണ്ഡപമാണ് ഗൈസ് നമ്മുടെ ത്രിവേണി സംഗമം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞില്ലേ, ഈ ത്രിവേണി സംഗമത്തിന്റെ ഒരു കുഞ്ഞു പാർട്ടാണ് നിങ്ങൾ കാണുന്ന ഈ ബീച്ചൊക്കെ. ദാറ്റ് മീൻസ് ഇതാണ് ത്രിവേണി സംഗമം. ഇതാണ് ഇന്ത്യൻ ഓഷന്റെയും ബേ ഓഫ് ബംഗാളിന്റെയും അറേബ്യൻ സീന്റെ ഒക്കെ മീറ്റിംഗ് പോയിന്റ്. ഇവിടെ കുറെ ഹിന്ദു ബിലീഫ്സ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് എന്തായിരുന്നു നമ്മുടെ ഈ ചിതാഭസ്മം ഒഴുക്കി വിടില്ലേ കാശിയിലൊക്കെ പോയിട്ട്, അങ്ങനെ അത് ഇവിടെയും ചെയ്യും. കറക്റ്റ് മീറ്റിംഗ് പോയിന്റിൽ അവർക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണത്. ദെൻ നമ്മള് അവിടെ പോയി കണ്ടോ, ഇത് ഭയങ്കര രസാട്ടോ. രാത്രി ഇങ്ങനെയെങ്കിൽ രാവിലെ ആ കൽമണ്ഡപത്തിൽ ഇരുന്നിട്ട് സൺസെറ്റ് വ്യൂവും സൺറൈസ് വ്യൂ ഒക്കെ കാണാൻ നല്ല രസാണ്. അത് മാത്രല്ല തിരയൊക്കെ വരുമ്പോൾ നല്ല കാറ്റടിക്കുമ്പോൾ നമുക്ക് മൈൻഡ് ഭയങ്കരമായിട്ട് പീസ് ആവും. ദെൻ നമ്മൾ ആ സൈഡിൽ ശരിക്കും പറഞ്ഞാൽ വെയിൽ വെക്കുന്നത് എന്തും കൊണ്ടും നല്ലതാ. അത് രാവിലെ സൺറൈസ് ആകുമ്പോൾ എന്റെ ദൈവമേ അത്ര ആൾക്കാരാണിത്. ഇവിടെ ചിലപ്പോ ഈ വേലി കെട്ടിയ കൊണ്ട് ആൾക്കാർ അവിടെ നിന്ന് സ്റ്റോപ്പാകും, അല്ലെങ്കിൽ അവര് മറിഞ്ഞ് താഴ്ത്ത് വീണേനെ. അത്രയും കുറെ ആൾക്കാരാണ് ഉള്ളത്. നിങ്ങൾക്ക് അതൊക്കെ കാണണമെങ്കിൽ ഈ വീഡിയോ ഫുള്ള് ഇരുന്ന് കാണാം. ബിക്കോസ് നമുക്ക് ഇനി സൺറൈസിന്റെ ഒക്കെ വ്യൂ വരാൻ കിടക്കുന്നേ ഉള്ളൂ ഗൈസ്. സോ എല്ലാവരും ഫുൾ വീഡിയോ കാണുക. ദെൻ നമ്മൾ അവിടെ നിന്നൊക്കെ കാഴ്ച കണ്ടിട്ട് നമ്മൾ നേരെ നടന്നു. ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിന്റെ ബാക്ക് എന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം, അതിന്റെ ഒരു ഫ്രണ്ടിലായിട്ട് ആണ് നമ്മുടെ അരളിഗോ ഭഗവതി ടെമ്പിൾ, അതായത് നമ്മുടെ കന്യാകുമാരി ദേവിയുടെ അമ്പലം. അവിടെ രാവിലെ 4 മണിക്ക് ഓപ്പൺ ആവും സൺറൈസിന്റെ ടൈമില്. ദെൻ 7 മണിക്ക് അത് ഫുള്ളായിട്ട്
എന്ന് വെച്ചാൽ ഒരു 8:15 ആ ടൈമൊക്കെ ആകുമ്പോൾ ഫുള്ളായിട്ട് ക്ലോസ് ആവും. ദെൻ നമ്മൾ രാവിലെ ആണ് ഗൈസ്. ഇപ്പോൾ ഇതാണ് ശരിക്കും നമ്മൾ കന്യാകുമാരിയിലെ ഡേ 2 സൺറൈസ് കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നേക്കുന്നത്. കണ്ടോ, നമ്മൾ ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇവിടെ എത്തിയത്. അപ്പൊ തന്നെ ഇത്രയും തിരക്കുണ്ട്. കണ്ടോ, ഇത് നമ്മളെ കന്യാകുമാരി ദേവിയുടെ അമ്പലത്തിന്റെ ഒരു ബാക്ക് വശമാണ്. അവിടുത്തെ ഒരു മതിലാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വിവേകാനന്ദ പാറയും അയ്യൻ തിരുവള്ളുവന്റെ ഒക്കെ സ്റ്റാച്ചു ഉള്ളത്. കണ്ടോ, രാവിലെ വരുന്നവർക്ക് ഇവിടെ വന്നാൽ നമുക്ക് ലേസർ ഷോ കാണാൻ പറ്റും. നമ്മളൊരു 5 മണി അല്ലെങ്കിൽ 5:05 മുമ്പ് നമ്മളിവിടെ എത്തണം. ബിക്കോസ് 5:05 നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടി പ്രിപ്പയർ ആവണം. എന്നുവെച്ചാൽ 5 to 6 മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും സൺറൈസ് ആവും. സോ നമ്മൾ ആ ഒരു ടൈമിന് മുമ്പ് എത്തണം. ഞങ്ങൾ 5 മണിക്ക് എത്തി. 5 മണിക്ക് എത്തിയപ്പോൾ തന്നെ കണ്ട ഇത്രയും ആൾക്കാർ. ആ വേലി വെച്ചേക്കുന്ന സ്ഥലത്തൊക്കെ കുറെ ആൾക്കാരുണ്ട്. 5:30 കഴിഞ്ഞാൽ ദൈവമേ അത്രയും ആൾക്കാരാണ് ഇവിടെ വരുന്നത്. നമ്മൾ മാത്രമല്ല, എത്ര പേര് പല പല നാട്, രാജ്യം, കോണ്ടിനെന്റ്സിൽ നിന്ന് വരെ വരുന്നുണ്ട്. നമ്മൾ ഇവിടെ ചെന്നപ്പോ ഒരു ചൈനക്കാരിലെ ആൾക്കാരെ കണ്ടു. പിന്നെ എന്തായിരുന്നു, അമേരിക്കൻസിനെ കണ്ടു. ദെൻ അവരെയൊക്കെ കണ്ട ഫോറിനേഴ്സ് ഒക്കെ വരണ സ്ഥലമാണ്. സോ നമ്മള് വെക്കേഷൻ ഒക്കെ കഴിയാറായി. ബട്ട് നമുക്ക് കാണാം. ക്രിസ്മസ് വെക്കേഷൻ, ഓണം വെക്കേഷൻ ഒക്കെ വരില്ലേ, അപ്പോഴായാലും കാണാൻ പറ്റും. സോ വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ കന്യാകുമാരി. അപ്പൊ ഏറ്റവും ഒരു ട്വിസ്റ്റ് വന്നേന്ന് വെച്ചാൽ ഇപ്പൊ കണ്ടോ, നേരം പരപരാ വെളുത്തു വന്നു. ബട്ട് സൂര്യൻ മാത്രം വന്നില്ല. സൂര്യൻ നമ്മ എന്ത് ചെയ്തു, ചതിച്ചു. നമ്മൾ 6 മണിയൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ കുറെ നേരമായിട്ട് നോക്കുന്നു, സൂര്യൻ വന്നില്ല. അപ്പൊ അടുത്തിരിക്കുന്ന ചേട്ടൻ ആരോട് പറയുന്നു, സൂര്യൻ ഇപ്പൊ വരും, 6:10 വരും. 6:03 വന്നിട്ടില്ല. അപ്പൊ 6:10 വരുമായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ ശശിയായി. സൂര്യൻ വന്നില്ല. ഞങ്ങൾ ഇന്നലെ നമ്മൾ പോയപ്പോ സൺസെറ്റ് പോയിന്റിൽ പോയപ്പോ സൺ അങ്ങ് സ്കൈന്ന് ഭയങ്കര വാനിഷ് ആയി പോയില്ലേ കാർമേഘം കൊണ്ട്. അതേപോലെ കാർമേഘം ഇവിടെ മൂടിക്കിടക്കുന്നുണ്ടായിരുന്നു. സോ നമുക്ക് സൺറൈസ് കാണാൻ പറ്റില്ല. ഭയങ്കര ലക്കായത് കൊണ്ട് നമുക്ക് സൺറൈസ് കാണാൻ പറ്റില്ല ഗൈസ്. സോ നമ്മൾ ക്ലൈമറ്റിനെ നോക്കിയിട്ടൊക്കെ വരണം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ പോലെ നിങ്ങളും ശശിയായി പോകും. സോ നമ്മൾ അങ്ങനത്തൊക്കെ നോക്കിയിട്ട് വരണം. വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ചിന് അനുസരിച്ചായിരിക്കില്ല ഈ സൂര്യൻ വരണേ പോകുന്നതൊക്കെ ഇരിക്കുന്നത്. ദെൻ നമ്മള് സൺറൈസ് ഒക്കെ കാണാൻ പറ്റാത്ത വിശപ്പത്തിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മള് വിവേകാനന്ദ പാറയായിട്ടുള്ള ക്യൂ നിന്നു. ശരിക്കും ഇത് 8 മണിക്ക് ക്യൂ സ്റ്റാർട്ട് ആകും. നോർമൽ ക്യൂവിന് 75 രൂപ. അത് വലിയ ക്യൂ ആണ്. നിങ്ങൾക്ക് ഇപ്പോഴൊന്നും വിവേകാനന്ദ പാറയിൽ എത്താൻ പറ്റില്ല. അല്ലാതെ സ്പെഷ്യൽ ക്യൂ ഉണ്ട് 300. അത് ഓൺലൈനിൽ കൂടെ മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് ഓൺലൈനിൽ കൂടെ ബുക്ക് ചെയ്തിട്ട് നമുക്ക് വരുവാണെങ്കിൽ നമുക്ക് അധികം തിരക്കില്ല. എന്നാൽ തിരക്കുണ്ടെന്ന് എന്ന് വെച്ചാൽ അധികം തിരക്കില്ല. 75 രൂപയുടെ അത്രയും തിരക്കില്ല. അല്ലാതെ നമുക്കൊന്നും പെട്ടെന്ന് പോവാം. റഷ് ഉണ്ടാവും കുഞ്ഞ്, അല്ലാതെ പെട്ടെന്ന് പോകാൻ പറ്റും. ദെൻ നമ്മളിപ്പോ ബോട്ടിട്ട് കാരണം മുമ്പുള്ള ഒരു തിരക്കാണ് നിങ്ങൾ കണ്ടത്. കാരണം വെച്ചാൽ 25 രൂപയുടെ ക്യൂവും 300 രൂപയുടെ ക്യൂ ഒക്കെ വന്ന് ക്ലാഷ് ആണ്. കുഞ്ഞു സ്ഥലമാണത്. പക്ഷെ നമുക്ക് ബോട്ടിട്ട് കയറുന്ന സമയത്ത് ഒരു കുഞ്ഞു പാർട്ടേഷൻ വെച്ചേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ തിരക്ക് പതിയെ കുറയും. നമുക്ക് സീറ്റ് ഒക്കെ കിട്ടും ഗൈസ്. ദെൻ നമ്മള് ബോട്ടിൽ കയറിയപ്പോഴാണെങ്കിലോ ആദ്യമായിട്ടാണ് ഞാൻ ബോട്ടിൽ കയറിയിട്ട് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പൊ നല്ല രസമായിരുന്നു. ശരിക്കും നമ്മളിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് കേട്ടോ. നേരെ കാണുന്ന ആ പുള്ളിയുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മള് ഇപ്പൊ തന്നെ അയ്യൻ തിരുവള്ളുവന്റെ സ്റ്റാച്ചുവിന്റെ അവിടെ എത്തി. ഇപ്പൊ നിങ്ങൾ കാണുന്നത് വിവേകാനന്ദ പാറ അയ്യൻ തിരുവള്ളുവന്റെ അങ്ങോട്ട് പോകേണ്ട ഒരു വിവേകാനന്ദ പാറയിട്ട് പോകേണ്ട ഒരു എൻട്രി ഫീ ആണ്, 30 രൂപയാണ്. ദെൻ നമ്മൾ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ നമുക്ക് ചെരുപ്പ് വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അത് ഫ്രീ ആണ്. നമുക്ക് ടോക്കൺ തരും. നമ്മൾ ചെരുപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോക്കൺ തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ചെരുപ്പ് കിട്ടും. ഫ്രീ ആണ് ഗൈസ്. ദെൻ നമ്മൾ ആ ചെരുപ്പൊക്കെ വെച്ച് നടന്നു പോയപ്പോഴാണ് നീല ആമ്പലിന്റെ ഒരു കുഞ്ഞ് ഒരു പോണ്ട് കണ്ടത്. നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ ഡോണ്ട് പ്ലക്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ വിവേകാനന്ദ പാറ. ഭയങ്കര എസ്തെറ്റിക് ആയിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ ഭയങ്കര നട്ടപ്പൊരി വെയിലാണെങ്കിലും നമുക്ക് ഒട്ടും ഫീൽ ചെയ്യില്ല. ബിക്കോസ് കടലിന്റെ അടുത്താലോ, കടലിന്റെ കാറ്റടിക്കും. അപ്പൊ നമുക്ക് ഒട്ടും ഫീൽ ചെയ്യത്തില്ല. വെയിലുണ്ട്,
ഗൈസ് കാല് പൊള്ളും. ബിക്കോസ് കരിങ്കല്ലിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. അപ്പൊ ആ ഒരു കാലിന്റെ ഹീൽനെസ് ഒരു ചൂട് ഫീൽ ചെയ്യും. അല്ലാതെ നമുക്ക് ഒട്ടും ചൂടടിക്കത്തില്ല. അത്രയ്ക്കും കാറ്റാണ് അവിടെ ഉള്ളത്. ഭയങ്കരമായിട്ട് മുടിയൊക്കെ പറഞ്ഞ് ഉപ്പുകാറ്റ് ആയതുകൊണ്ട് തന്നെ മുടിയൊക്കെ ഒട്ടനുണ്ടായിരുന്നു. ദെൻ നമ്മളിപ്പോ ഈ ഒരു നമ്മുടെ വിവേകാനന്ദ പാറയിലെ ആ ഒരു റൈറ്റ് സൈഡ് കണ്ടോ, അതാണ് ശ്രീപാദം മണ്ഡപം എന്ന് പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ വിവേകാനന്ദ സ്വാമിയുടെ കാൽപാദം പതിഞ്ഞ സ്ഥലം എന്നാണ്. അങ്ങോട്ടൊന്നും നമുക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ അവിടെ നമുക്ക് ആ അരികത്തൊക്കെ ഇരിക്കാം, ബട്ട് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. സോ നമ്മള് ക്യാമറ നമ്മൾ അകത്ത് കയറിയപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ നല്ല രസമാട്ടോ കാണാൻ, നമുക്ക് കാൽപാദമൊക്കെ കാണാം. ദെൻ ഗൈസ് നമ്മൾ അങ്ങോട്ട് പോയിട്ട് കുറച്ചു നേരം അവിടെ ഇരിക്കുന്നു. അപ്പൊ ഇരിക്കാൻ നേരത്തെ അവിടെ കുറെ ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട്. നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ഗാലറിയിലെ സ്റ്റോറേജ് തീർക്കാം. അത്രയും കുറെ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. സോ നമ്മള് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഒരു ഫോട്ടോ എടുത്തു, ഫാമിലി ഫോട്ടോ. അപ്പൊ ആ ഒരു ക്ലിപ്പാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. അപ്പൊ ഇതാട്ടോ നമ്മുടെ ശ്രീപാദം മണ്ഡപം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതിന്റെ നേരെ കാണുമ്പോൾ നമുക്ക് ഒരു കുഞ്ഞു കോമ്പസ് പോലെ കാണും. ഇതൊരു ടൈലിൽ ഒരു കോമ്പസ് പോലെ വെച്ചിട്ട് ചെയ്തേക്കണയാണ്. സൂര്യൻ വരണ അങ്ങനെയൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല ഗൈസ്. ദെൻ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു വൈറ്റ് പാത്തില്ലേ, അതെന്താന്ന് വെച്ചാൽ നമ്മൾ കരിങ്കല്ലിൽ കൂടെയല്ല നടക്കുന്നത്. സോ നമുക്ക് കാലിൽ വെയിലടിക്കും, നല്ല ചൂട് വരും, കാല് പൊള്ളും. അപ്പൊ ഈ വയറ്റിൽ കൂടെ നടക്കുമ്പോൾ എന്താണ്, കാല് പൊള്ളില്ല. ബിക്കോസ് ഇത് വേറെ ഏതൊരു ടൈപ്പ് മെറ്റീരിയൽ ആണ്. എന്തോ ഒരു സംഭവം, ഭയങ്കര എക്സ്പെൻസീവ്, ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമാണ്. ഐ തിങ്ക് ഒരു 10,000 അതിനും എബോവ് എത്രയോ ഉണ്ട് ഇതിന്റെ റേറ്റ്. ഇതിലെ കൂടെ നടക്കുമ്പോൾ കാൽ നല്ല കൂൾനെസ് കിട്ടും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇതിലായിരുന്നു ഞങ്ങളുടെ പാത. ഞങ്ങൾ ഇതിൽ കൂടെ ആയിരുന്നു നടക്കുന്നത്. കണ്ടു, ഇവിടെ ഭയങ്കര ചൂട്, ഇവിടെ ഭയങ്കര തണുപ്പ്. അതിൽ കുറച്ചു നേരം ഞാൻ ചൂട് തണുപ്പും അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദെൻ നമ്മുടെ ഈ എന്തായിരുന്നു വിവേകാനന്ദ സ്വാമിയുടെ വെങ്കലം പ്രതിമ ഉള്ള ഒരു വലിയൊരു വെങ്കലം പ്രതിമയുള്ള ഒരു ഹാളുണ്ട്. അങ്ങോട്ടാട്ടോ കയറുന്നത്. അങ്ങോട്ട് കയറുമ്പോൾ ഒരു കുഞ്ഞു തിറക്കാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ അകത്തേക്കും ക്യാമറ അലൗഡ് അല്ല. സോ നമുക്ക് അത് എടുക്കാൻ പറ്റില്ല. ശരിക്കും 1920 ഈ വിവേകാനന്ദ സ്വാമിയുടെ വെങ്കലം പ്രതിമ ഇവിടെ വെച്ചത്. ബിക്കോസ് ഈ ഒരു വിവേകാനന്ദ സ്വാമിക്ക് റെസ്പെക്ട്ഫുള്ളി ഒരു ഇതിനു വേണ്ടി ഇവർ ബിൽഡ് ചെയ്തതാണ്. അതുമാത്രമല്ല ഗായ്സ്, ഈ വിവേകാനന്ദ പാറ എന്ന് വെച്ചാൽ നമ്മുടെ വിവേകാനന്ദ സ്വാമി വന്ന് ഇവിടെ ധ്യാനിച്ചിരുന്ന ഒരു പാറയായിരുന്നു. സോ ആ ഒരു ഓർമ്മയ്ക്കും കൂടി വേണ്ടിയാണ് ഈ വിവേകാനന്ദ പാറയിൽ ഇതേവരെ വെങ്കലം പ്രതിമയും പിന്നെ കാൽപാദം പതിഞ്ഞ ആ ശ്രീപാദ മണ്ഡപവും ഒക്കെ ബിൽഡ് ചെയ്തേക്കുന്നത്. ദെൻ നമ്മൾ അതിന്റെ അകത്തേക്ക് കയറുമ്പോഴുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. സോ നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമുക്ക് ഇനി കാണാം. പുറത്തിറങ്ങിയപ്പോ ശരിക്കും ഗൈസ് അതിന്റെ അകത്ത് നമ്മൾ കാണണം, അത്രയും വലിയ ഒരു വിവേകാനന്ദ സ്വാമിയുടെ വെങ്കലം പ്രതിമയായിരുന്നു. അതിന്റെ അകത്തായിട്ട് 3 ഭാഷയിൽ, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, അത് 3 ഭാഷയിൽ അതെന്താന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് നല്ലൊരു ഫീൽ ആയിരുന്നു. ബിക്കോസ് നല്ല കാറ്റുണ്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയ ടൈമിൽ. അപ്പോൾ നമ്മള് കാഴ്ചയൊക്കെ കാണുമായിരുന്നു. നല്ല രസമായിരുന്നു ഗൈസ്. നമ്മള് PS2 ഇല്ലേ, പൊന്നിയിൻ സെൽവ, അതിനകത്ത് നമ്മൾ അവരുടെ ഒരു ടൈമില്ലേ, അവർ ഭയങ്കര കിങ് പ്രൗഡി ആയിട്ടുള്ള ഒരു കാലം, അത് ഭയങ്കര അതേപോലെ നമുക്ക് ഈ ഒരു ഹാള് കണ്ടപ്പോൾ തോന്നിയത്. അത്രയും ഭയങ്കരമായിട്ട് തഞ്ചാവൂരിലെ ചോളരാജയുടെ ഒക്കെ ലെഗസി ഇല്ലേ, അതേപോലെ അത്രയും ഭയങ്കരമായിട്ട് എസ്തെറ്റിക് ദേശി വൈബ് എന്നൊക്കെ പറയാം.
ദെൻ നമ്മൾ സൺറൈസ് കലണ്ടർ കണ്ടു. ഇത് കറക്റ്റായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട് എപ്പോഴാണ് ഏത് ടൈമിലാണ് ഈ സൺ റൈസ് ചെയ്യുന്നതൊക്കെ ഓരോ മന്ത് അനുസരിച്ച്. ദെൻ ഇവിടെ പപ്പയാണ് പറഞ്ഞത് ഇതിൻ്റെ അരികത്തായിട്ട് കുറേ ആനയുടെ പടം പല പല ടൈപ്പായിട്ടാണ് വെച്ചേക്കുന്നത്, പല പല കാലം അങ്ങനെ അങ്ങോട്ടാണ് വെച്ചേക്കുന്നത്. ദെൻ നമ്മൾ താഴെ ഇറങ്ങിപ്പോയിട്ട് നമ്മുടെ ഈ വിവേകാനന്ദ സ്വാമിയുടെ ബുക്ക് സ്റ്റാളും അല്ലാതെ മെഡിറ്റേഷൻ ഹാളുണ്ട്, അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ എന്തിൽ സഞ്ചരിക്കുന്നു? വൈറ്റ് പാത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ പോണ വഴിക്ക് റൈറ്റ് സൈഡിലായിട്ട് ഈ വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിൻ്റെയും വിവേകാനന്ദ സ്വാമിയുടെ ഒരു പ്രൊഫൈൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇത് സൂം ചെയ്ത് വായിക്കുമ്പോൾ മനസ്സിലാകും അതിൻ്റെ പ്രൊഫൈൽ എന്താണ്. ദെൻ നമ്മൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ ഈ ഒരു ബുക്ക് സ്റ്റാളും മെഡിറ്റേഷൻ ഹാളും കാണാൻ പോവാണ്. ശരിക്കും മെഡിറ്റേഷൻ ഹാളിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് പീസ്ഫുള്ളാണ്, നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആക്കും. പക്ഷെ എന്ത് പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന് മുമ്പിൽ തന്നെ ഓമിന്റെ അർത്ഥം എന്താന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിൻ്റെ അകത്തൊക്കെ കയറി കണ്ടു. ശരിക്കും ഭയങ്കര പീസായിരുന്നു, നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം അവിടെ ചെന്നാൽ. ദെൻ നമ്മൾ ബുക്ക് സ്റ്റാളിൽ കയറിയപ്പോൾ എന്താണ്, കുറേ വിവേകാനന്ദ സ്വാമിയുടെ പല ടൈപ്പ് ഓഫ് ബുക്ക് ഉണ്ട്. പിന്നെ ഈ ഓമിന്റെ ഒക്കെ ഓരോരോ കുഞ്ഞു ഒരു ഡെക്കോർ പോലത്തെ ഒരു സംഭവം ഉണ്ട്. ദെൻ നമ്മൾ അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫാമിലി ഫോട്ടോ എടുക്കുന്ന വേറൊരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഒരു റെയിൻ വാട്ടർ റിസർവോയർ ആണ്. ഇവിടെ മഴക്കാലത്ത് റെയിൻ വാട്ടർ ഇങ്ങനെ ഹാർവെസ്റ്റ് ചെയ്ത് വെക്കും. ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം 90,000 ഗാലോൺസ് ആണ്. ദെൻ നമ്മൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ട്, ഗ്ലാസ് ബ്രിഡ്ജ് കയറി അയ്യൻ തിരുവള്ളുവിന്റെ സ്റ്റാച്ചുവിന്റെ അങ്ങോട്ടാണ്. അപ്പൊ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ നേരത്തെ ഗ്ലാസ് ബ്രിഡ്ജിൽ എന്തൊക്കെയോ പണിയാണ്. അതിന്റെ സൈഡിലായിട്ട് നമ്മൾ ആദ്യം പേടിച്ചു, അയ്യോ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റഡ് ആയി. ബട്ട് എന്ത്, നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയപ്പോൾ എൻ്റെ ദൈവമേ ഭയങ്കര, നമുക്ക് പെട്ടെന്നൊരു പേടി വരും, മനസ്സിൽ പെട്ടെന്നൊരു ആന്തൽ വരും. കാണിച്ചാൽ അത്ര ഇങ്ങനെ വേവ്സ് പോണ അത് നോക്കിക്കൊണ്ട് നമ്മൾ നടക്കുമ്പോൾ പെട്ടെന്നൊരു ആന്തൽ വരും. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇതായപ്പോഴേക്കും നമുക്ക് പേടിയൊക്കെ പോയി. എന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചുമ്മാ ഒരു കാരണമില്ലാതെ നമ്മൾ നടക്കുമായിരുന്നു. അവിടെ തമിഴിൽ ഇവർ പറയുന്നുണ്ടായിരുന്നു ഇതിലിരിക്കാൻ മേളില്ല, അതേപോലെ ചാടാൻ മേളില്ല, കിടക്കാൻ മേളില്ല, അതിൽ കിടന്നു എന്താ ഡാൻസ് കളിക്കാൻ മേളില്ല, അങ്ങനെ എന്തൊക്കെ ഇവര് ഇതിൽ കൂടി എന്തായിരുന്നു ഡാൻസ് ചെയ്യുന്ന തുള്ളല്, തമിഴില് തുള്ളലെന്നാണ് പറഞ്ഞത്. ദെൻ നമ്മൾ കാലൊക്കെ വെച്ച് ഫ്ലവർ പോലെ ഉദ്ദേശിച്ച് മമ്മിയുടെ ഒരു ഐഡിയയിലും ഞങ്ങൾ ഒരു ഫോട്ടോ എടുത്ത്. ഞങ്ങൾ പല ടൈപ്പ് ഓഫ് ഫോട്ടോസാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിൽ പോകുന്നത്. ദെൻ നമ്മൾ അയ്യൻ തിരുവള്ളുവിന്റെ സ്റ്റാച്ചുവിന്റെ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ കയറുമ്പോൾ തന്നെ അതിന്റെ സൈഡിലായിട്ട് സ്റ്റാച്യു ഓഫ് വിസ്ഡം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. കണ്ടോ, സ്റ്റാച്യു ഓഫ് വിസ്ഡം എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു ഭയങ്കര പ്രൗഡി ഫീലിലൊക്കെയാണ് ഈ അയ്യൻ തിരുവള്ളുവിന്റെ സ്റ്റാച്യു ഉള്ളത്. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്തേക്ക് കയറാൻ വേറെ ഫീ ഒന്നുമില്ല, ഫ്രീ എൻട്രി ആണ്. ദെൻ നമ്മൾ അങ്ങോട്ട് കയറുവാണ്, നമ്മൾ ഇതിന്റെ ഏറ്റവും പൊക്കത്ത് പോകും. അത് നല്ല രസമാണ്. ഇവിടെ നമുക്ക് ക്യാമറാസ് ഒക്കെ അലൗഡ് ആട്ടോ, സോ നമ്മൾ അതിന്റെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എല്ലാവരും ഇന്ന് കാണുക. കണ്ടോ, കയറി പോണ വഴിക്ക് ഒരു കുഞ്ഞു കുഞ്ഞു ടണൽസ്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇടുങ്ങിയ വഴിയാണ്, പക്ഷെ നല്ല രസമാണ്. ഇതിന്റെ അകത്ത് ആ ഒരു കരിങ്കല്ലിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വേറെ ഫാൻ ഒന്നും ഇല്ല, ചിലപ്പോ കടൽക്കാറ്റിന്റെ ഒരു തണുപ്പായിരിക്കും. നല്ല തണുപ്പുണ്ടായിരുന്നു. ഗൈസ്, നിങ്ങൾക്ക് ഞാനൊരു കുഞ്ഞ് ടാസ്ക് ആട്ടെ, ഇതിനകത്ത് ഹിഡൻ ആയിട്ടുള്ള പേഴ്സണെ കണ്ടുപിടിക്കാൻ പറ്റുമോ?
നിങ്ങൾ കണ്ടുപിടിച്ച് കാണും, അത് ഞാൻ തന്നെയാണ്. ഇത് മമ്മിയോട് ഞാൻ പറഞ്ഞു, എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഇതിനകത്ത് ഒളിച്ചിരുന്നു. പക്ഷെ എന്റെ കണ്ണട താഴെ വീണ് എല്ലാം കുളമാക്കി, ഞാൻ ചമ്മിപ്പോയി. ദെൻ നമ്മൾ ഏറ്റവും മുകളിൽ കയറി. കണ്ടോ, ഇതാണ് നമ്മൾ അയ്യൻ തിരുവള്ളുവന്റെ സ്റ്റാച്ചു. നമ്മള് അങ്ങ് ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് ഇത്രയൊന്നും തോന്നത്തില്ല. അടുത്തേക്ക് വന്നപ്പോ നമുക്ക് മുകളിലൊന്നും കാണാൻ പറ്റുന്നില്ല. ആ കാല് മാത്രമേ കാണാൻ പാടുള്ളൂ. കറക്റ്റ് 133 അടി പൊക്കമുണ്ട് ഈ ഒരു സ്റ്റാച്ചുവിന്. അത് മാത്രമല്ല 38 അടി നീളമുള്ള അലങ്കാര മണ്ഡപമാണ് ഇതിലുള്ളത്. സോ അതൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു കാണാൻ. നമുക്ക് ഇവിടെ വരുമ്പോ അപ്പടെ തന്നെ കൈയും ആ ഒരു പാൻസും, പിന്നെ എന്തായിരുന്നു പാൻസ് പോലത്തെ, അതെ അതിന് കറക്റ്റ് പേര് എനിക്കറിയില്ല, പിന്നെ കാലും കാണാമായിരുന്നു. ദെൻ നമ്മൾ ആ കാണുന്ന റെയിൻബോ കളർ സ്റ്റെപ്സിലാണ് നമ്മൾ ഇന്ന് രാവിലെ ഇരുന്ന് സൺറൈസ് കാണാൻ എത്തി ശശിയായി പോയത്. ശരിക്കും നിങ്ങൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം ഗൈസ്. ശരിക്കും ഈ ഒരു കടലില്, ഓഷ്യനില് പാറ ഇങ്ങനെ കിടക്കണ കാണുമ്പോ നമുക്ക് പപ്പ പറയുമായിരുന്നു, അതേ ഒരു ആന കിടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ആന എന്താണ് പപ്പ പറയുന്നത്? പിന്നെയാണ് മനസ്സിലായത്, ഓ ഈ പാറ കിടക്കണ കാണുമ്പോ നമുക്ക് ആന കിടക്കുന്ന പോലെ തോന്നും. പിന്നെ ഞങ്ങള് ആ സൈഡിലൊക്കെ ഇരുന്നു കാണിച്ച്. നല്ല കാറ്റുണ്ട്, നമുക്ക് വെയിലുണ്ടെങ്കിലും കാറ്റടിക്കണോണ്ട് അധികം ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ കാലിന് നന്നായിട്ട് ചൂടടിക്കും, കാണിച്ചാൽ ടൈലാലും എക്സ്പെഷ്യലി ഉണ്ടാവും. ദെൻ ഞാൻ പറഞ്ഞ ആ ഒരു കളർ ചേഞ്ച് ഇല്ലേ, അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോ, ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ നിന്ന് ഭയങ്കരമായിട്ട് ലൈറ്റ് ആയിപ്പോയി അങ്ങനെ. ദെൻ നമ്മൾ അയ്യൻ തിരുവള്ളുവന്റെ സ്റ്റാച്ചു ഒന്ന് താഴെ ഇറങ്ങി പോവുകയാണ്. താഴെ ഇറങ്ങി പോകുന്ന ഒരു ക്ലിപ്പാട്ട് നിങ്ങൾ കാണുന്നത്. ഇറങ്ങി പോകുന്ന സമയത്ത് ഭയങ്കര ക്യൂ ഉണ്ടായിരുന്നു. കാണിച്ചാൽ മുകളിൽ നമ്മൾ കയറാൻ ടൈമല്ല, അതിലെ മുകളിലുള്ള ആൾക്കാരും കൂടി താഴെ ഇറങ്ങുമല്ലോ, അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ദെൻ ഇവിടെ കുറെ കോട്ട്സ് എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അയ്യൻ തിരുവള്ളുവന്റെ ചില കോട്ട്സ് ആയിരിക്കും. നമുക്ക് ഫുൾ ഇംഗ്ലീഷിൽ എഴുതി വെച്ചേക്കുന്നത് കൊണ്ട് അധികം മനസ്സിലാവുന്നില്ലായിരുന്നു. അത് മാത്രമല്ല അവിടെ ഇറങ്ങുന്ന സമയത്ത് അവരിങ്ങനെ ഇറങ്ങാൻ ചെറിയതായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി. ദെൻ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുകയാണ്. അപ്പൊ ടാറ്റ അയ്യൻ തിരുവള്ളൂർ സ്റ്റാച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകുകയാണ്. നമ്മൾ ബോട്ടിൽ കയറി. ഇനി അതൊക്കെ ഒരു ഓർമ്മയാണ്. നമുക്കത് ഓർമ്മയിൽ നമുക്കത് മെമ്മറി, നല്ലൊരു ഗുഡ് മെമ്മറി ആയിട്ട് അത് കിടക്കും. ഇനി നമ്മൾ എപ്പോഴാ വരണേന്ന് പോലും നമുക്കറിയില്ല. ഇനി കന്യാകുമാരിയിട്ട് ഈ അടുത്തൊന്നും നമ്മൾ പോകത്തില്ല, കാരണം ഇപ്പൊ തന്നെ നമ്മൾ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു. സോ നമ്മളിങ്ങനെ അടുത്തേക്ക് പോകത്തില്ലല്ലോ. എനിക്ക് പെട്ടെന്ന് തോന്നി ഇപ്പൊ ഒന്ന് ഇറങ്ങി പോയി ഒന്നുകൂടെയും കണ്ടിട്ട് വന്നാലോ, അങ്ങനെയൊക്കെ പെട്ടെന്ന് തോന്നും ബോട്ടിൽ കയറി കഴിഞ്ഞാൽ. പിന്നെ നമ്മള് അയ്യൻ തിരുവള്ളുവന്റെ സ്റ്റാച്ചുവിനോടും ഗ്ലാസ് ബ്രിഡ്ജിനോടും പിന്നെ വിവേകാനന്ദ പാറയോടും ഒക്കെ നമ്മൾ ടാറ്റ പറഞ്ഞ് നമ്മൾ ബോട്ടിൽ തിരിച്ചു. എന്നിട്ട് നമ്മൾ പോകുവാണ് ഗൈസ്. അപ്പോൾ ശരിക്കും കന്യാകുമാരിയിൽ നല്ലൊരു ട്രിപ്പായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ വെക്കേഷൻ തീരാറായി, പക്ഷെ നമുക്ക് ഓണം വെക്കേഷനും ക്രിസ്മസ് വെക്കേഷനൊക്കെ വരാം. അതേപോലെ ഇനിയും 2 മാസം വെക്കേഷൻ വരില്ല, അപ്പൊ നമുക്ക് ആ ടൈമിലൊക്കെ വരാം. അത്രയും നല്ലൊരു പ്ലേസ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടിറങ്ങുന്നത്. അപ്പൊ നമ്മുടെ കന്യാകുമാരി ഡയറീസ് ഇത്രേ ഉള്ളൂ. ശരിക്കും അത് എനിക്ക് തീരാൻ പോകുന്ന പറയുമ്പോൾ സങ്കടമുണ്ട്, കാരണം നമ്മൾ അത്രയും നല്ലൊരു ട്രിപ്പായിരുന്നു, ഭയങ്കരമായിട്ട് നമ്മൾ എക്സൈറ്റഡ് ആയിട്ടുള്ള ട്രിപ്പായിരുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ എല്ലാവരോടും ടാറ്റ പറഞ്ഞു, കന്യാകുമാരിയിലെ ടാറ്റ പറഞ്ഞ് നമ്മൾ ഇറങ്ങുവാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ അടിച്ചു വിളിക്കുക. ബൈ.